ദേശസ്നേഹത്തിൽ ജ്വലിച്ച അപാരമായ മനുഷ്യസ്നേഹത്തിൽ പടർന്ന ഒരു മനുഷ്യൻ്റെ കഥ പറയാം. ക്വിറ്റ് ഇന്ത്യ എന്ന പേര് സിവിൽ നിയമലംഘന സമരത്തിന് നിർദ്ദേശിച്ച ആ മനുഷ്യൻ്റെ ജീവിതം. 1942 ജൂലൈ 14 വാർധയിൽ നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗമാണ് ബ്രിട്ടനെതിരെ അതിശക്തമായ സിവിൽ നിയമലംഘന സമരം തുടങ്ങാൻ തീരുമാനിച്ചത്. യോഗം കഴിഞ്ഞിട്ടും ആ ജനകീയ സമരത്തിന് ഏറ്റവും ഉചിതമായ പേര് കണ്ടുപിടിക്കാൻ ശ്രമത്തിലായിരുന്നു മഹാത്മാഗാന്ധി. റിട്രീറ്റ്, വിത്ഡ്രോ തുടങ്ങിയ പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും ഗാന്ധിജിക്ക് സ്വീകാര്യമായില്ല. അപ്പോഴാണ് സോഷ്യലിസ്റ്റും ബോംബെ മേയറുമായ യൂസഫ് മെഹർ അലി ക്വിറ്റ് ഇന്ത്യ എന്ന വ്യത്യസ്തമായ പേര് നിർദ്ദേശിച്ചത്. ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി ആ മുദ്രാവാക്യം സ്വീകരിച്ചു. അധികം വൈകാതെ ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും പെഷവാർ മുതൽ സിൽഹട്ട് വരെയുമുള്ള ലക്ഷക്കണക്കിന് ഖണ്ഡങ്ങളിൽ നിന്ന് ഒരേ സമയം ഉയരാൻ തുടങ്ങി. മെഹർ അലിയാകട്ടെ മുൻനിര നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സമരം നിർവീര്യമായേക്കാമെന്ന് മനസ്സിലാക്കി അണ്ടർഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ മെഹർ അലിയെ യർവാഡ ജയിലിൽ അടക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹയാത്രികരായിരുന്ന രാം മനോഹർ ലോഹ്യയും ജയപ്രകാശ് നാരായണനും അച്യുത് പട്വർദ്ധനും അരുണ അസഫ് അലിയും ഉഷാ മേത്തയും ഒക്കെ ഒളിയിടങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിറപ്പിച്ചു. യൂസഫ് മെഹർ അലി എന്നത് വെറുമൊരു പേരായിരുന്നില്ല. സമരതീക്ഷ്ണതയുടെ, ഇച്ഛാശക്തിയുടെ, നേരിൻ്റെ, സർഗശക്തിയുടെ, സംഘടനാശേഷിയുടെ, അപാരമായ മനുഷ്യസ്നേഹത്തിൻ്റെ ഒക്കെ ചേതോകരമായ രൂപമായിരുന്നു. 1903 സെപ്റ്റംബർ 3 ബോംബെയിലെ അതിസമ്പന്ന മുസ്ലിം വ്യവസായ കുടുംബത്തിൽ ജനിച്ച യൂസഫ് മെഹർ അലിയുടെ മുത്തച്ഛൻ ഇന്ത്യയിലെ ആദ്യകാല തുണിമില്ല് ഉടമകളിൽ ഒരാളായിരുന്നു. എൽഫിൻസ്റ്റൺ കോളേജിൽ നിന്ന് ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും BA ബിരുദം നേടിയ മെഹർ അലി ചെറുപ്പം മുതൽ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി. 1928 അദ്ദേഹം നിയമവിദ്യാർത്ഥിയായിരിക്കെയാണ് സൈമൺ കമ്മീഷൻ ബോംബെയിൽ കപ്പലിറങ്ങിയത്. ബോംബെ യൂത്ത് ലീഗിൻ്റെ സ്ഥാപക നേതാവ് കൂടിയായിരുന്നു മെഹർ അലി. അദ്ദേഹം കൂട്ടുകാർക്കൊപ്പം തൊഴിലാളികളുടെ വേഷം ധരിച്ച് രഹസ്യമായി തുറമുഖത്ത് പ്രവേശിക്കുകയും സൈമണും മറ്റംഗങ്ങളും കപ്പലിറങ്ങുമ്പോൾ തന്നെ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി പ്രകടനം നടത്തുകയും ചെയ്തു. പ്രകടനക്കാർക്കു നേരെ 3 തവണ ലാത്തി ചാർജ് നടത്തിയിട്ടും ക്രൂരമായി മർദ്ദിച്ചും അവർ ഒരിഞ്ച് പോലും അനങ്ങിയില്ല. ഈ വാർത്ത പടർന്നതോടെ നഗരത്തിലുടനീളമുള്ള സ്ഥാപനങ്ങൾ സ്വമേധയാ അടച്ച് ഹർത്താൽ ആചരിക്കുകയും സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണകൂടം മെഹർ അലിയോടും പ്രതികാരം വീട്ടിയത് അഭിഭാഷക ജോലിയിൽ ആജീവാനന്ദ വിലക്ക് ഏർപ്പെടുത്തിയിട്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകനായി. ഉപ്പു സത്യാഗ്രഹത്തിനു ശേഷം ജയിലിൽ അടക്കപ്പെട്ട മെഹർ അലി 1934 മോചിതനായ ശേഷം ജയപ്രകാശ് നാരായണൻ, അശോക് മേത്ത, ആചാര്യ നരേന്ദ്രദേവ്, അച്യുത് പട്വർദ്ധൻ, മിനുമസാനി തുടങ്ങിയവർക്കൊപ്പം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു. സോഷ്യലിസത്തോടും തൊഴിലാളി പ്രസ്ഥാനങ്ങളോടും ഹൃദയബന്ധം പുലർത്തിയ മെഹർ അലി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് സോഷ്യലിസ്റ്റ് ചിന്താധാര പ്രചരിപ്പിക്കുകയും മറ്റു രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ഒരുമിച്ച് പൊരുതാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്തു. ആശയപ്രചരണത്തിനായി ലഘുലേഖകളും പുസ്തകങ്ങളും അച്ചടിക്കാൻ മെഹർ അലി പത്മ പബ്ലിക്കേഷൻസ് എന്ന പ്രസ് ആരംഭിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് അദ്ദേഹം ഇറക്കിയ ലഘുരേഖയും ബാഡ്ജുകളും അക്കാലത്ത് ഏറെ പ്രസിദ്ധമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പോസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്തു. സോഷ്യലിസ്റ്റ് നേതാവ് മധു ദന്തവതെ എഴുതിയ മെഹർ അലിയുടെ ജീവചരിത്രം വായിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരൻ്റെയും കണ്ണു നിറയുകയും ഹൃദയം കോരിത്തരിക്കുകയും ചെയ്യും. ബോംബെ കോർപ്പറേഷൻ്റെ അന്നുവരെയുള്ള ചരിത്രത്തിലെ പ്രായം കുറഞ്ഞ മേയറായിരുന്ന മെഹർ അലി സാധാരണക്കാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു. തെരുവ് കച്ചവടക്കാർക്കും റിക്ഷ വലിക്കുന്നവർക്കും ദിവസക്കൂലിക്കാർക്കും വേണ്ടി അധികാരം ഉപയോഗിച്ച മെഹർ അലി ഗുമസ്ത മണ്ഡൽ എന്നൊരു ട്രേഡ് യൂണിയനും ആരംഭിച്ചിരുന്നു. ദീർഘകാലമായ ജയിൽവാസങ്ങളും പോലീസ് മർദ്ദനങ്ങളും അലച്ചിലുകളും മെഹർ അലിയുടെ ആരോഗ്യം തകർത്തു. ക്വിറ്റ് ഇന്ത്യ സമരത്തിനു ശേഷം ജയിൽവാസം അനുഭവിക്കുമ്പോൾ ഗുരുതര ഹൃദ്രോഗമലട്ടിയ മെഹർ അലിക്ക് സ്വകാര്യ ആശുപത്രിയിൽ പ്രത്യേക ചികിത്സ ബ്രിട്ടീഷ് സർക്കാർ വാഗ്ദാനം ചെയ്തു. അദ്ദേഹം നിരസിച്ചു. സമാന രോഗാവസ്ഥയിലുള്ള സഹതടവുകാർക്ക് ലഭ്യമാകാത്തത് തനിക്കും വേണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് പോരാളി ശഠിച്ചു. ഒടുവിൽ ജയിൽ മോചിതനാകുമ്പോൾ മെഹർ അലി മാനസികമായും ശാരീരികമായും തളർന്നു പോയിരുന്നു. ഒപ്പം ഇന്ത്യാ വിഭജനവും വർഗീയ കലാപങ്ങളും ഗാന്ധിജിയുടെ ക്രൂരമായ ഹത്യയും മെഹർ അലിയുടെ മനസ്സിൽ കടുത്ത ആഘാതമുണ്ടാക്കി.
1949 ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അതിഗംഭീര ചിത്ര പ്രദർശനം അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു. 1950 ജൂലൈ 2 രാവിലെ ബോംബെയിലെ ജസവാല നഴ്സിംഗ് ഹോമിൽ വെച്ചാണ് വെറും 47-ാം വയസ്സിൽ മെഹർ അലി ഈ ലോകം വിട്ടുപോയത്. ജീവിതം മുഴുക്കെ സമത്വസുന്ദരമായ സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങളിൽ അഭിരമിച്ച മെഹർ അലി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വേരുപിടിക്കുമെന്ന പ്രത്യാശയോടെയാണ് വിടവാങ്ങിയത്. മെഹർ അലിക്ക് സമാനതകളില്ലാത്ത യാത്രയയപ്പാണ് ബോംബെ നഗരം നൽകിയത്. ജൂലൈ 3 സ്കൂളുകളും കോളേജുകളും കടകളും ഫാക്ടറികളും എല്ലാം അടഞ്ഞു കിടന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ ദിവസം ആരും വിപണനം നടത്തിയില്ല. ഉച്ചയ്ക്ക് 12 ഏതാനും മിനിറ്റ് വാഹനങ്ങളെല്ലാം നിശ്ചയമായി. ബോംബെ നഗരത്തിൻ്റെ ഹൃദയം കവർന്ന മുൻ മേയറോടുള്ള അതിരുകളില്ലാത്ത സ്നേഹത്താൽ നഗരം സ്തംഭിച്ചു. ത്രിവർണ്ണ പതാകയിൽ പൊതിഞ്ഞ് ഭൗതിക ശരീരം വഹിച്ചുള്ള യാത്ര ഡോങ്ക്രി ഖബർസ്ഥാനിൽ 4 മൈൽ താണ്ടിയത് ജനസമുദ്രത്തിൻ്റെ കണ്ണീർ പ്രവാഹത്തിന് സാക്ഷ്യം വഹിച്ചാണ്. തലശ്ശേരിയിലെ ബീഡിത്തൊഴിലാളികൾ മുതൽ അമേരിക്കയിലെ സോഷ്യലിസ്റ്റ് സുഹൃത്തുക്കൾ വരെ കറുത്ത ബാഡ്ജ് ധരിച്ച് മെഹർ അലിക്ക് അഭിവാദ്യമർപ്പിച്ചു. അത്രമേൽ സമർപ്പിതവും സാഹസികവുമായിരുന്നു നിർഭയമായ ആ സമരജീവിതം.